ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2025 7ാം ക്ലാസ്സിൻ്റെ ദുറൂസുൽ അഖായിദ പൊതുപരീക്ഷ ഫെബ്രുവരി 8 നടന്നു. അതിൻ്റെ ചോദ്യവും ആൻസറുമാണ് നമ്മളിവിടെ വോയിസായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും ചോദ്യങ്ങൾ ഏതൊക്കെ വന്നത്, ഏതൊക്കെ ആൻസർ വന്നത് എന്നതൊക്കെ മനസ്സിലാക്കാം. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗത്തിൽ ഉന്നത പദവി ചോദിച്ചു. ആരായിരുന്നു? റബിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗത്തിൽ ഉന്നത പദവി ചോദിച്ചു. റബിയ റളിയല്ലാഹു അൻഹു എന്നതാണ് അവിടെ ശരി. അടുത്തത്, രോഗം ബാധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഊതിയിരുന്നു. എന്തായിരുന്നു? മുഅവ്വിദാത്ത്. മൂന്നാമത്തത്, ഇലാഹാണെന്ന് വിശ്വസിച്ച് കൊണ്ട് അല്ലാഹു തആല അല്ലാത്തവരെ അനുസരിക്കൽ എന്താണ്? അത് ഷിർക്കാണ്. ഇലാഹാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അല്ലാഹു തആല അല്ലാത്തവരെ അനുസരിക്കൽ ഷിർക്ക് എന്നതാണ് ഇവിടെ ടിക്ക്. അടുത്തത് എന്താണ്? സമ്പൂർണ്ണ നീതി നടപ്പിലാക്കുന്ന ലോകമാണ് പരലോകം. സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്ന ലോകമാണ് പരലോകം. അടുത്തത്, മിയാസിലൂടെ അല്ലാഹു തആല നശിപ്പിക്കും. എന്തിനെയാണ് അല്ലാഹു തആല മിയാസിലൂടെ നശിപ്പിക്കുന്നത്? യഅ്ജൂജ് മഅ്ജൂജിനെയാണ് അല്ലാഹു തആല മിയാസിലൂടെ നശിപ്പിക്കുന്നത്. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനടുത്ത് ചെന്ന് നബിയോട് മഴ വേണമെന്ന് ആവശ്യപ്പെട്ടു. ആരായിരുന്നു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് കടുത്ത വരൾച്ച നേരിട്ടിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനടുത്ത് ചെന്ന് നബിയോട് മഴ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അടുത്ത് മാച്ച് ചെയ്യാനാണ്. എന്താണ്? ആന്തരികമായ ഹൈറാണെന്ത്? ആന്തരികമായ ഹൈറാണ് ബർക്കത്ത്. അപ്പോൾ ബർക്കത്തെടുക്കൽ എന്ന എന്നതാണ് നമുക്ക് അവിടെ എഴുതേണ്ടത്. അടുത്ത എന്താണ്? അംബിയാ മുർസലുകൾ ചെയ്ത കാര്യം. എന്താണ് അംബിയാ മുർസലുകൾ ചെയ്ത കാര്യം? തവസ്സുൽ എന്ന ഓപ്ഷൻ സി ആണ് അംബിയാ മുർസലുകൾ ചെയ്ത കാര്യം. അടുത്തത്, അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കൽ. എന്താണ് ആദരിച്ചതിനെ ആദരിക്കൽ? എന്താണ്? ഇബാദത്താണ്. അത് ഇബാദത്തിൽപ്പെട്ടതാണ്. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കൽ ഇബാദത്താണ്. അപ്പം അതിൻ്റെ എഴുതാം. അടുത്തത്, അന്ത്യനാൾ അടുത്താൽ നഷ്ടപ്പെടും. എന്താണ്? വിശ്വസ്തത. അമാനത്ത് നഷ്ടപ്പെടും എന്ന് പറയുന്നത് അതാണ് വിശ്വസ്തത. അപ്പം അതിൻ്റെ ബി എഴുതാം. അടുത്തത്, ഭൂമി താഴുക എന്നാണ് അർത്ഥം. എന്താണ്? ഹഷ്ഫുകൾ അന്ത്യനാളിൻ്റെ അടയാളത്തിൽ പറഞ്ഞിരുന്നു. ഹഷ്ഫുകൾ, ഭൂമി താഴുക എന്നാണ് അർത്ഥം. ഹഷ്ഫുകൾ. അപ്പം അതിൻ്റെ ഡി എഴുതാം. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഇമാം മഹദി റളിയല്ലാഹു അൻഹു ഡേഷ് വർഷം ഭരണം നടത്തും. എത്ര വർഷമായിരുന്നു? 7 വർഷം ഭരണം നടത്തും. ഭൂമിയിൽ നീതി നിറയ്ക്കും. അപ്പോൾ 7 വർഷം എന്ന് എഴുതാം. അടുത്തത്, മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഡേഷ് സന്തോഷമാണ്. എന്താണ്? മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം ശാശ്വതമായ സന്തോഷമാണ്. അടുത്ത എന്താണ്? ഉലമാക്കളെ അനുസരിക്കൽ ഡേഷ് ഉള്ള ഇബാദത്താണ്. എന്താണ്? ഉലമാക്കളെ അനുസരിക്കൽ അള്ളാഹുവിനുള്ള ഇബാദത്താണ്. അവിടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഉലമാക്കൾ മുതലായവയെ അനുസരിക്കൽ അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ അല്ലാഹു തആലക്കുള്ള ഇബാദത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് മനസ്സിലാക്കുക. അൽ ഹജറുൽ അസ്വദ് ഡേഷ് സർവാംഗീകൃത സുന്നത്താണ്. എന്താണ്? ഹജറുൽ അസ്വദ് ചുംബിക്കൽ സർവാംഗീകൃത സുന്നത്താണ്. അടുത്തത്, അല്ലാഹു തആല മാത്രമേ ഡേഷും ഉപദ്രവവും ചെയ്യുകയുള്ളൂ. എന്താണ്? ഉപകാരവും ഉപദ്രവവും ചെയ്യുകയുള്ളൂ. അല്ലാഹു തആല മാത്രമേ ഉപകാരവും ഉപദ്രവവും ചെയ്യുകയുള്ളൂ. അപ്പോൾ അവിടെ ഉപകാരം എന്ന് എഴുതാം. അടുത്തത്, ദജ്ജാൽ ഭൂമിയിൽ ഡേഷ് ദിവസം ജീവിക്കും. ദജ്ജാൽ ഭൂമിയിൽ 40 ദിവസം ജീവിക്കുന്നു. 40 ദിവസം. അപ്പോൾ അവിടെ 40 എന്ന് എഴുതാം. ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. അന്ത്യനാൾ സംഭവിക്കുമ്പോൾ അവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആര്? ദുർജനങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ദുർജനങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദുർജനങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ.
അടുത്തത് അല്ലാഹു തആലയുടെ കൽപ്പനക്ക് എതിര് പ്രവർത്തിക്കുന്നതിൻ്റെ വിധി. എന്താണ്? അല്ലാഹു തആലയുടെ കൽപ്പനക്ക് എതിര് പ്രവർത്തിക്കൽ ഹറാമാണ്. അപ്പോൾ അതിൻ്റെ വിധി എന്താണെന്ന് വെച്ചാൽ ഹറാമാണെന്ന് എഴുതാം. അടുത്തത് എന്താണ്? ഷിഫാ നൽകുന്ന ജലം ഏത്? സംസം ഷിഫാ നൽകുന്നു. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിദ്മത്ത് ചെയ്യാൻ അവസരം കാത്തു നിന്ന ഒരു സഹാബിയായിരുന്നു റബിയ റളിയല്ലാഹു അൻഹു. അടുത്തത് എന്താണ്? ദജ്ജാൽ പ്രവേശിക്കാത്ത ഒരു സ്ഥലം മക്കയും മദീനയും. ദജ്ജാൽ പ്രവേശിക്കാത്ത ഒരു സ്ഥലമാണ് മക്കയും മദീനയും ഒഴികെ എല്ലാ സ്ഥലത്തും ദജ്ജാൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മക്കയും മദീനയും. അല്ലാഹു തആല നിന്ദിച്ചതിനെ ആദരിക്കുന്നതിൻ്റെ വിധി. അല്ലാഹു തആല നിന്ദിച്ചതിനെ ആദരിക്കുന്നതിൻ്റെ വിധി എന്താണ്? അല്ലാഹു തആല നിന്ദിച്ചതിനെ ആദരിക്കൽ കുറ്റകരമാണ്. അപ്പം അങ്ങനെ എഴുതാം, ഹറാമാണ് എന്നും എഴുതാം. ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതണം. ഈസാ അലൈഹിസ്സലാമിനെ മറമാടപ്പെടും. എവിടെയാണ് മറമാടപ്പെടുക? അൽ ഹുജറത്തു ഷരീഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് അവരെ മറമാടപ്പെടും. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ഉഖ്ബത്ത് ഇബ്നു ആമിറുൽ ജുഹനി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു. എന്തായിരുന്നു? സിറിയയിലേക്കുള്ള യാത്രാസമയം കുറച്ചു തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഭ്യർത്ഥിച്ചു. അതാണ് ഉഖ്ബത്ത് ഇബ്നു ആമിറുൽ ജുഹനി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടത് സിറിയയിലേക്കുള്ള യാത്രാസമയം കുറച്ചു തരാനാണ്. അടുത്തത് കാലാവസ്ഥാ വ്യതിയാനം ഇടയാക്കി എന്തിനെല്ലാം? നമ്മൾ 2 ദിവസം മുമ്പ് ചെയ്ത ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ നിങ്ങൾക്ക് പാഠബുക്കിലും തദ്രിബാത്തിലും വന്ന ചോദ്യങ്ങൾ തന്നെയാണ് കൂടുതലും വന്നത്. അപ്പോൾ അതൊക്കെ പഠിച്ചവർക്ക് നന്നായിട്ട് എഴുതാനൊക്കെ പറ്റിയിട്ടുണ്ടാവും. അപ്പം എന്താണ് കാലാവസ്ഥാ വ്യതിയാനം ഇടയാക്കിയത് എന്തിനെല്ലാമാണ്? കാലാവസ്ഥാ വ്യതിയാനം പല ജീവികളുടെയും നാശത്തിനും മനുഷ്യജീവിതം ക്ലേശകരമാക്കാനും ഇടയാക്കി. കാലാവസ്ഥാ വ്യതിയാനം പല ജീവികളുടെയും നാശത്തിനും മനുഷ്യജീവിതം ക്ലേശകരമാക്കാനും ഇടയാക്കിയിട്ടുണ്ട്. അടുത്തെന്താണ്? മഹദി ഇമാം ആഗതനാകും എപ്പോഴാണ് മഹദി ഇമാം ആഗതനാകുന്നത്? ഭൂമിയിൽ അക്രമവും അനീതിയും വ്യാപിക്കുമ്പോഴാണ് ഇമാം മഹദി ആഗതനാകുന്നത്. ഭൂമിയിൽ അക്രമവും അനീതിയും വ്യാപിക്കുമ്പോഴാണ് ഇമാം മഹദി ആഗതനാകുന്നത്. അടുത്തത് ആദരിക്കേണ്ട 4 വിഭാഗങ്ങളുടെ പേരെഴുതാനാണ്. ആദരിക്കേണ്ട 4 വിഭാഗങ്ങളാണ് അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഉലമാക്കൾ, ശുഹദാക്കൾ തുടങ്ങിയവരെ നാം ആദരിക്കണം. അപ്പം അത് അവിടെയൊക്കെ എഴുതാം. അടുത്തത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളെ മന്ത്രിച്ചിരുന്ന ഒരു ദിക്ർ. എന്തായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളെ മന്ത്രിച്ചിരുന്നത്? അഊദു ബി കലിമാത്തില്ലാഹി താമാത്തി മിൻ കുല്ലി ശൈത്താനിൻ വാഹത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമത്തിൻ. ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഓതി മന്ത്രിച്ചിരുന്നത്. മക്കളെ ഓതി മന്ത്രിച്ചിരുന്നത് ഇതായിരുന്നു. പിന്നെന്താണ്? ബഹുദൈവാരാധകർ അല്ലാഹു തആല അല്ലാത്തവരെ ആരാധിച്ചു. ഏത് വിശ്വാസത്തിലാണ്? സ്വയം ഉപകാരവും ഉപദ്രവവും ചെയ്യുമെന്ന് വിശ്വസിച്ചും ഭയപ്പെട്ടും പ്രതീക്ഷ അർപ്പിച്ചുമാണ് അവർ ആരാധിച്ചിരുന്നത്. ബഹുദൈവാരാധ അല്ലാഹു തആല അല്ലാത്തവരെ ആരാധിച്ചത് സ്വയം ഉപകാരവും ഉപദ്രവവും ചെയ്യുമെന്ന് വിശ്വസിച്ചും ഭയപ്പെട്ടും പ്രതീക്ഷ അർപ്പിച്ചുമാണ് അവർ അവയെ ആരാധിച്ചത്. മനസ്സിലാക്കുക. അടുത്തത് ഇനി കുറിപ്പ് എഴുതാനാണ് 5 വരിയിൽ. ഇമാം മഹദിയെ കുറിച്ചിട്ടാണ് എഴുതാൻ വന്നത്. അവസാന പാഠത്തിൽ ഒരു പാരഗ്രാഫായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇമാം മഹദിൻ്റെ അന്ത്യനാളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഖലീഫയാണ് ഇമാം മഹദി. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സന്താന പരമ്പരയിൽ ജനിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹി എന്നായിരിക്കും. ഭൂമിയിൽ അക്രമവും അനീതിയും വ്യാപിക്കുമ്പോൾ ആഗതനാകുന്ന മഹദി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തനുസരിച്ച് ഭരണം നടത്തും. ഭൂമിയിൽ നീതി നിറക്കും. കണക്കില്ലാതെ ധനം വിതരണം ചെയ്യും. 7 വർഷത്തെ ഭരണത്തിന് ശേഷം വഫാത്താകും. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ദജ്ജാൽ പുറപ്പെടുന്നതും ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നതും.
അപ്പോൾ അത്രയും ഇമാം മഹദിനെ കുറിച്ചിട്ട് നമുക്ക് അവിടെ എഴുതാം. പിന്നെന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഅർ മുബാറക്കിനെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. അത് നിങ്ങൾ 9ാമത്തെ പാഠത്തിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് തന്നെ വരുന്നുണ്ട്. ഹജ്ജത്തുൽ വദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലമുടി നീക്കിക്കൊടുത്ത അബൂ ത്വൽഹ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് ആ തിരുകേശം സഹാബികൾക്കിടയിൽ വിതരണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഅർ മുബാറക്ക് ബർക്കത്തിന് ഉപയോഗിക്കാമെന്നും അത് സൂക്ഷിച്ചു വെക്കാമെന്നും ഇതിൽ നിന്നും ഗ്രഹിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കാനും ബർക്കത്തിനും എപ്പോഴും ഉപയോഗിക്കാനുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്തത് എന്ന് ഇമാം സുർക്കാനിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഅർ മുബാറക്കിനെ കുറിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് അവിടെ എഴുതി കൊടുത്ത് കംപ്ലീറ്റ് ആക്കാവുന്നതാണ്. അപ്പോൾ അത്രയാണ് ഈ ചോദ്യപേപ്പറിൽ നിങ്ങൾക്ക് വന്ന ചോദ്യങ്ങൾ. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞതിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും കട്ട് ചെയ്തിട്ട് തെറ്റിപ്പോകുന്നതൊക്കെ ഉണ്ടാവും വീഡിയോസിൽ. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മുമ്പത്തെ ഭാഗം കൂടി ആഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും പാകപ്പിഴവുകളൊക്കെ കാണുകയാണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.